നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം സൗദി പ്രോ ലീഗിൽ അൽ നസർ ഈ വർഷത്തെ അവരുടെ ആദ്യത്തെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. മത്സരത്തിൽ കിങ്സ്ലി കോമൻ്റെ ഒരു കിടിലൻ ഗോൾ, ഒരു ഞെട്ടിക്കൽ ബൈസിക്കിൾ കിക്ക് ഗോൾ ഉണ്ടായിരുന്നു. കൂടാതെ ഒരു ഓൺ ഗോള്, അതുപോലെ തന്നെ ഗരീബിൻ്റെ ഒരു ഗോള് എല്ലാം കൂടി ചേർത്തുകൊണ്ട് അവർ വിജയിച്ച് കയറുകയായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചില്ല, പക്ഷേ ടീം വിജയത്തിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതിൽ ആരാധകർക്ക് വലിയ സന്തോഷമുണ്ട്. അതേസമയം എതിർ ടീമിലെ താരത്തിന് 67ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിയിരുന്നു. അത് ശരിയായ തീരുമാനമല്ല, റഫറിയാണ് അൽ നസറിനെ വിജയിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കളിക്ക് ശേഷം അൽ ഷബാബിൻ്റെ കോച്ച് രംഗത്ത് വരികയും ചെയ്തു. ഏതായാലും 3-2 അൽ ഷബാബിനെ അൽ നസർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കളിയിൽ അൽ നസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും കിങ്സ്ലി കോമനും വെസ്ലിയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്ന. മറുഭാഗത്ത് യാനിക് കാർലോസ് എന്നിവരൊക്കെ ചേർന്നുകൊണ്ട് അൽ ഷബാബിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. അലവാൽ പാർക്കിൽ നടന്ന മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അൽ നസർ ഗോളുകൾ കൊണ്ട് ആറാടുന്ന ഒരു കാഴ്ച. 2ാമത്തെ മിനിറ്റിൽ തന്നെ ഓൺ ഗോൾ പിറക്കുന്നു എതിരാളികളുടെ ഭാഗത്തു നിന്ന് അൽ നസർ മുന്നിൽ. 8ാമത്തെ മിനിറ്റിലാണ് കിങ്സ്ലി കോമൻ്റെ നമ്മൾ പറഞ്ഞ ആ ഞെട്ടിക്കൽ ബൈസിക്കിൾ കിക്ക് ഗോൾ പിറക്കുന്നത്. അതായത് മത്സരം 10 മിനിറ്റ് പിന്നിടുമ്പോഴേക്കും അൽ നസർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. എന്നാൽ 31ാമത്തെ മിനിറ്റിൽ സിമാക്കൻ്റെ ഓൺ ഗോള് അൽ ഷബാബിന് മടങ്ങി വരവിനുള്ള ഒരു വഴിയാവുകയായിരുന്നു. ഇടവേള സമയത്ത് 2-1 അൽ നസർ മുന്നിലായിരുന്നു. പലപ്പോഴും അൽ നസറിൻ്റെ ഗോൾ കീപ്പർ ബെൻഡോയുടെ മിസ്റ്റേക്കുകൾ അവർക്ക് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു ആകാംക്ഷ ഓരോ അൽ ഷബാബിൻ്റെ നീക്കങ്ങളിലും ഈ ഭാഗത്ത് ബെൻഡോ എന്ത് ചെയ്യുമെന്നറിയാതെ ആരാധകർ വല്ലാതെ വേവലാതിപ്പെടുന്ന കാഴ്ച. എന്നാൽ 53ാമത്തെ മിനിറ്റിൽ വീണ്ടും അടുത്ത ഗോൾ അൽ ഷബാബ് നേടുന്നു. മത്സരം 2-2 സമനിലയിൽ നിൽക്കവേ ബാലൻസ്ഡായിട്ട് മുന്നോട്ട് പോകവെയാണ് സിയേറൊക്കെ റെഡ് കാർഡ് കിട്ടുന്ന അൽ ഷബാബ് 10 പേരായിട്ട് ചുരുങ്ങി. തുടർന്നാണ് അൽ ഗരീബിൻ്റെ ഗോൾ പിറക്കുന്ന. 76ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗോള് അൽ നസറിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതോടുകൂടി 15 കളിയിൽ നിന്ന് ഇപ്പോൾ അൽ നസറിന് 34 പോയിൻ്റ് ആയിട്ടുണ്ട്. അവർ 2ാം സ്ഥാനത്ത് തുടരുകയാണ്. അൽ അഹ്ലി സൗദിക്കും 15 കളിയിൽ നിന്ന് 34 പോയിൻ്റുണ്ട്. അതേസമയം അൽ ഹിലാൽ 14 കളിയിൽ നിന്ന് 38 പോയിൻറ്റുമായിട്ട് 1ാം സ്ഥാനത്ത് വിരാജിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.